മാടായി കോളേജ് നിയമന വിവാദത്തിൽ കണ്ണൂർ കോൺഗ്രസിൽ താൽക്കാലിക വെടിനിർത്തൽ. MK രാഘവനെതിരായ പരസ്യ പ്രതിഷേധം അവസാനിപ്പിച്ച് വിമതർ രംഗത്തെത്തിയിരിക്കുകയാണ്. ചർച്ച തുടരുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുകയും ചെയ്തിട്ടുണ്ട്. സമിതി ഞങ്ങൾ എല്ലാവരെയും ഒന്ന് കാണും, കണ്ടിട്ട് അവരുടെ അഭിപ്രായം തേടും. എന്താണെന്നുള്ളത് ഞങ്ങൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. പുറത്ത് പറയാൻ പറ്റുന്ന സമയത്ത് നിങ്ങളെ എല്ലാ വിവരം അറിയിക്കുകയും ചെയ്യും. ഇപ്പം ഞങ്ങൾ കാണാനായിട്ട് അത്രമാണ്. വരട്ടെ. ഇതോ അർജുൻ കല്യാട് നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ, ഇപ്പോൾ തിരുവഞ്ചൂർ അടക്കം കൊടുത്ത ഉറപ്പിന്മേലാണോ ഈ പരസ്യ പ്രതിഷേധം ഇവർ അവസാനിപ്പിക്കുന്നത്? മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത്. പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഈ സമിതിക്കും നിർദ്ദേശിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാ വിഭാഗത്തിൻ്റെയും പ്രതികരണങ്ങളും പ്രശ്നങ്ങളും നേരിട്ട് കേൾക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇനി KPCC AICC നേതൃത്വവുമായി ചർച്ച ചെയ്ത് ഏതൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും. ഇനി ഒരു തവണ കൂടി ഈ സമിതി ഈ നേതാക്കളെ എല്ലാം തന്നെ ഈ തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി നേരിൽ കാണുകയും ചെയ്യും. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിക്കുക എന്നതായിരിക്കും സമിതിയുടെ താൽക്കാലികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തീരുമാനമായി ഇനി അടുത്ത ഘട്ടത്തിൽ വരിക. എന്തായാലും ഇന്ന് നടന്നിട്ടുള്ള ഈ ചർച്ചയിൽ പരസ്യ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ മാടായിയിലും പഴയങ്ങാടിയിലുമെല്ലാം ഈ കോലം കത്തിക്കലും പരസ്യമായിട്ടുള്ള MK രാഘവനെതിരായിട്ടുള്ള രൂക്ഷമായ മുദ്രാവാക്യം വിളികൾ, പോസ്റ്റർ പ്രചരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തുടർച്ചയായ ദിവസങ്ങളിൽ കണ്ടതാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം ഈ സമിതി ഈ പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. അതിനു പുറമെ മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ പരസ്യമായി ഏതെങ്കിലും തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ പൊതുവായ രീതിയിലുള്ള നാട്ടിൻപുറങ്ങൾ അല്ലെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും യോഗത്തിലോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും ഈ സമിതി ഈ നേതാക്കളുടെ ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഈ പരസ്യ പ്രതിഷേധം ഇവർ അവസാനിപ്പിച്ചിട്ടുള്ളത്. അർജുൻ കല്യാടാണ് വിവരം.